ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന മൊത്തം എത്നിക് വെയർ കളക്ഷൻസ് ഓഫർ നടക്കുന്നുണ്ട്. അതും ഫാഷൻ കാറ്റഗറിയിൽ കുറച്ച് ബ്രാൻഡ്സിനൊക്കെയാണ് ഓഫേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാട്ടോ, എല്ലാം ബ്രാൻഡ്സിന് ഓഫേഴ്സ് ഉണ്ട്. അതും അപ് ടു 80% ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാഷൻ ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും അല്ലാത്തതിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കൂടുതൽ ഡ്രസ്സ്, ജ്വല്ലറീസ്, ലിപ്സ്റ്റിക്ക്, കണ്ണ്, ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അല്ലാത്ത ഇലക്ട്രോണിക് ഐറ്റംസ് അതിനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയിട്ട്. അപ്പോൾ അപ് ടു 80% ആണ്. അതും 1500 ബ്രാൻഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ആമസോണിൽ. പിന്നെ 3 lakh പ്ലസ് സ്റ്റൈൽസ്. അപ്പോൾ ഞാൻ ആദ്യം ബോർ അടുപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. വി ബൈബ് ബ്രാൻഡിൻ്റെ ഒരു കുർത്തി അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു എലൈൻ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ എലൈൻ സ്റ്റൈലാണ്. അപ്പോൾ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, വീനെക്കാണ് ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട്. പക്ഷേ ഇതിൻ്റെ യോക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ അവിടെ നല്ല അടിപൊളി ഒരു മിറർ വർക്കാണ്. പക്ഷെ അതൊരു ഫോയിൽ മിറർ വർക്കാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ കൊടുത്തത്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രില്ല് വന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഓവറോൾ ഡീറ്റെയിലിംഗ് പറയേണ്ട കാര്യമൊന്നുമില്ല. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് വി ബൈബ് ബ്രാൻഡിൻ്റെ. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് കാണിച്ചാൽ വി ബൈബ്സിൻ്റെ നമുക്ക് അതിൽ ലാർജ് സൈസിന് പകരം മീഡിയം മേടിക്കേണ്ടി വരും. പക്ഷേ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റിങ്ങാണ്, കറക്റ്റ് ഒരു ഓൾട്ടറും ചെയ്യേണ്ട, ഒന്നും ചെയ്യില്ല, കറക്റ്റ് ആണ്. അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയൽ ആട്ടോ. കോട്ടൻ്റെ മെറ്റീരിയൽ ഇതിൽ തന്നെ കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു റെഡ് മറൂൺ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. പക്ഷേ ഇതിൽ ഒരു 4-5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സൊക്കെ എവിടെ കാണാൻ പറ്റുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിലിൽ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓഫറുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കോട്ടൻ്റെ അടിപൊളി വി ബൈബ്സ് ബ്രാൻഡിൻ്റെ ലാർജ് ആണ് സൈസ്. ബീബ ബ്രാൻഡിൻ്റെ ഏലാൻ്റെ ഒരു മിനി ഡ്രസ്സാണ്. അത് ആക്ച്വലി പാനൽ കട്ടാണ് ഇത് വരുന്നത്. ഫുൾ മോളിൽ നിന്ന് അടി വരെ ഫുൾ പാനൽ കട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലയർ ഉണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ ഓവർ ഫുൾ പ്രിൻറ്റഡ് ആണ്. ഫുൾ പ്രിൻറ്റഡ് ആണ് ഓവറോൾ. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവ് ഒരു മെഗാ സ്ലീവ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഇതിൽ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു നൈറ്റ് ഡ്രസ്സ് പോലെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് പുറത്തേക്കൊക്കെ ഇതുപോലെ കാഷ്വലായിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ്. ഇനി ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബീബ ബ്രാൻഡാണ്. ബീബ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 1200 സംതിങ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനുള്ള മെറ്റീരിയലും അതിനുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഈ ഇട്ട ഡ്രസ്സിന് അതിനുള്ള 1200 സംതിങ്ങിനുള്ള റേറ്റിനുള്ള മതിപ്പ് ഈ ഒരു ഡ്രസ്സിന് ഇല്ല. ജസ്റ്റ് 500 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ 500-600 ജസ്റ്റ് ആ ഒരു രീതിയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ക്വാളിറ്റീനെ നമ്മൾ ദോഷം പറഞ്ഞിട്ടില്ല, ക്വാളിറ്റി അടിപൊളിയാണ്. റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബീബി ആണല്ലോ ബ്രാൻഡ്. പിന്നെ ഇതിലൊരു ബെൽറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ആ ഒരു സംഭവമൊക്കെ അതായത് ഇവിടെ ബാക്കിൽ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ കുറച്ച് ആക്സസറീസ് എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആയിട്ട് ആകുമ്പോൾ അതിൻ്റെ കുറച്ച് ആക്സസറീസ്, ബട്ടൺ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആക്സസറീസ് ആയിട്ട് വരുമല്ലോ. എന്തായാലും ലാർജാണ് ഞാൻ വരെ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പം ഇനി അടുത്തേക്ക് കിടക്കും. വി ബൈബ്സ് ബ്രാൻഡിൻ്റെ ഫുൾ ഒരു ഗൗൺ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു മോഡലൊക്കെ ഒരുവിധം കുർത്തീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ ഗൗൺ ആണെന്ന് മാത്രം ഒരു പ്രത്യേകത ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പർ, അതുപോലെ അതിൻ്റെ ഡിസൈൻസ്, അതിൻ്റെ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ സൂപ്പർ. കളറോ അത് അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. പിന്നെ ഞാൻ ഇട്ട സൈസ് എന്ന് പറയുമ്പോൾ ലാർജാണ്. നോർമലി കുർത്തീസിലൊക്കെ ഞാൻ ലാർജ് സൈസ് മേടിക്കുമ്പോൾ എനിക്ക് പാകാവാറുണ്ട്. പക്ഷേ ഇതിൽ ലാർജ് മേടിച്ചപ്പോൾ ഭയങ്കര ലൂസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നെക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ഒരു 1 സൈസ് ചെറുത് മേടിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇങ്ങനെ കയറി നിൽക്കും ഈ ഒരു പോർഷൻ. അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ലൂസ് ഉള്ളതൊക്കെ ടൈറ്റായിട്ട് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ വി ബൈബ്സിൻ്റെ നോർമലി മറ്റേ കുർത്തീസൊക്കെ മേടിച്ചപ്പോൾ ലാർജ് കറക്റ്റായിരുന്നു. എന്താ ഈ ഒരു ഡ്രസ്സ് മേടിച്ചപ്പോൾ മാത്രമാണ് ഒരു സൈസിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്കത് ചെറിയ സൈസിലേക്ക് മേടിച്ചാൽ മതി കേട്ടോ. ഇതിൽ തന്നെ നല്ല പ്രിൻറ്റുകൾ വേറെയും ഉണ്ട്. ഇപ്പം എനിക്ക് ഈ കളറാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇതിൽ തന്നെ റെഡ്, മറൂൺ, അങ്ങനെ കുറച്ച് കളേഴ്സ് കൂടുതലായിട്ട്, അങ്ങനെ കുറച്ച് സെയിം പാറ്റേണിൽ തന്നെ വർക്കുകൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വി ബൈബ്സിൻ്റെ നല്ലൊരു അനാർക്കലി സ്റ്റൈലിൽ ഫുൾ ഫ്ലയറോട് കൂടിയിട്ടുള്ള ഒരു ഫുൾ ഗൗൺ ആണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് 2 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. മസ്ലിൻ ഫാബ്രിക്കിൽ. പിന്നെ നെക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ
വീനെക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ. പിന്നെ ഓവർ ഓൾ മസ്ലിൻ ഫാബ്രിക്കിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻറ്റും അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. പിന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഹാൻഡ് പോർഷനിൽ ചെറുതായിട്ടൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള പാൻറ്റും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ആക്ച്വലി പാൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പലാസോ ടൈപ്പായിട്ട്, പലാസോ തന്നെ ഫുൾ ലൂസായിട്ട് കിടക്കുന്നത്. 2 സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ സെയിം ഫാബ്രിക്കിലാണ്, സെയിം പ്രിൻ്റാണ്, വേറെ കോൺട്രാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് ആയാലും നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ കുറച്ച് ഡീപ്പ് ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വി നെക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ കവർ ചെയ്യാനായിട്ട് ഈ ഒരു എന്താ മാജിക്കൽ കമ്മി അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നത്, ആക്ച്വലി ഒരു ലേസ് ടൈപ്പായിട്ടുള്ള ഒരു സംഭവമാണ്. 2 സൈഡിൽ ഇങ്ങനെ. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഒരു 3 കൊല്ലം മുന്നേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഒരു ഒറ്റ പീസായിട്ട് കിട്ടും, അതുപോലെ തന്നെ 3 പീസായിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മാജിക്കൽ കമ്മി. വാമസി ബ്രാൻഡിൻ്റെ സിംഗിൾ ഒരു കുർത്തി കേട്ടോ, ചിക്കൻ കറി സ്റ്റൈലിലുള്ള ഒരു കുർത്തി. റയോണിൻ്റെ മെറ്റീരിയലാണ്. പീച്ച് കളർ, നല്ലൊരു ഷെയ്ഡല്ലേ. സാധാരണ ചിക്കൻ കറിയൊക്കെ എല്ലാവരും കൂടുതൽ മെറൂൺ, ബ്ലാക്ക് അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ, ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ തന്നെ ബ്ലൂ, ലാവൻഡർ അങ്ങനെയൊക്കെ എടുക്കാം. പീച്ച് കളർ ഇത്തിരി കുറവ്. പിന്നെ പിങ്കിലേക്ക് എല്ലാവരും കയറാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് കളർ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ഒരു കളർ പിക്ക് ചെയ്തതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പീച്ച് കളറിൽ ഫുൾ ചിക്കൻ കറി സ്റ്റൈലിലുള്ള ഒരു വർക്ക്. ഇതൊക്കെ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡ് സൈഡിലും ചിക്കൻ കറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് അതെനിക്ക് കാണാൻ പറ്റില്ല, അത് നിങ്ങൾക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കാം, നിങ്ങൾ തന്നെ നോക്കി പിടിച്ചോട്ടോ. അപ്പോൾ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് റയോൺ മെറ്റീരിയലാണ്. വാമസി ബ്രാൻഡിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ ഇതൊരു ചിക്കൻ കറി എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡാണ്, ഔട്ട് ഓഫ് ഫാഷൻ ആവാറേ ഇല്ല. അപ്പോൾ അത് ഒരെണ്ണം പിക്ക് ചെയ്തു. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഈ കളറൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ വാമസി ബ്രാൻഡ് എങ്ങനെയുണ്ട്? കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ മേടിച്ചിരിക്കുന്നതൊക്കെ അധികം റേഞ്ച് ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ മേടിച്ചത്. ഞാൻ മേടിച്ചപ്പോൾ ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ഡേ സെയിൽ എൻഡ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണ്ട. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ വേറെ സെയിലൊക്കെ അപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ ഓഫേഴ്സ് അപ് ടു 80% ഓഫർ നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.